ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്നലെ ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആഗസ്റ്റ് മാസം 1-ാം തീയതി ഇന്നലെ വലിയൊരു തിക്കും തിരക്കും തന്നെ തിയേറ്ററുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, ഇപ്പോൾ ഇന്ത്യ മുഴുവൻ തരംഗമായിട്ട് മാറുകയാണ് സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ. സ്പൈഡർമാൻ്റെ വരവിന് പല വമ്പൻ ചിത്രങ്ങളും അടിപതർന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായത് 2 ചിത്രങ്ങളായിരുന്നു. ഒന്ന് പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമ. നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, അർഷ ചാന്ദിനി ബൈജു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ആദിത്യൻ ചന്ദ്രശേഖരായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്ന ചിത്രം ഒരു മികച്ച കോമഡി സ്കൈഫൈ എന്റർടൈനറായിട്ട് മാറുന്നുണ്ടെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നില്ല. 3-ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് പ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇന്നലെ 19,50,00,000 രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയേക്കാം. ഞായറാഴ്ച ബുക്കിംഗ് കുതിപ്പ് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമാണല്ലോ കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഉന്മാദം എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി മുന്നേറുകയാണ് ഉന്മാദം എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബനോടൊപ്പം തന്നെ ഡിജോ മോൾ ജോസ്, സിദ്ദിഖ്, സാബുമാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രം പ്രശസ്ത എഡിറ്ററായിട്ടുള്ള കിരൺ ദാസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാഹിദ് കപൂറാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 2-ാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 78 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് ചിത്രം സ്വന്തമാക്കുന്നുണ്ട്. ഞായറാഴ്ച ദിവസം നല്ലൊരു ഹോൾഡ് നിലനിർത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 2-ാം വാരത്തിന് തലയുയർത്തി നിൽക്കുകയാണ് വിജയ് കേന്ദ്ര കഥാപാത്രമെത്തിയ ജനനായകൻ എന്ന് പറയുന്ന സിനിമ. ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രമാക്കി എച്ച് വിനോദ് അണിയിച്ചൊരുക്കിയ ചിത്രം 10-ാം ദിനം കേരള ബോക്സ് ഓഫീസിനും 29 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന് ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് രചിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന അന്യഭാഷ ചിത്രമായിട്ട് ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ജനനായകൻ മാറിയിട്ടുണ്ട്. ചിത്രം ഇതിനോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിന് 15 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം എന്ന് നോക്കിയാൽ സ്പൈഡർമാൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന സിനിമയാണ്. ടോം ഹോളണ്ട് കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഡസ്റ്റിൻ ക്രേട്ടനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 3-ാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 5,30,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ 3 ദിനം കൊണ്ട് 215 കോടി രൂപ സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഈ ഒരു പോക്ക് ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് മാത്രം 1000 കോടി നേടാൻ പോകുന്ന മറ്റൊരു ചിത്രമായിട്ട് ഒരുപക്ഷെ സ്പൈഡർമാൻ മാറിയേക്കാം. ഞായറാഴ്ച ഹെവി ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഈ 4 ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ ഞായറാഴ്ച ദിവസം ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ കളക്ഷനിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിച്ചേക്കാം. കാത്തിരിക്കാൻ ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഞായറാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രങ്ങളെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.